നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. AC മേടിക്കുമ്പോൾ പലപ്പോഴും AC നന്നായിട്ട് വർക്ക് ചെയ്യുമെങ്കിലും അതിന്റെ റിമോട്ടുകൾ പെട്ടെന്ന് തന്നെ കേടായി പോകാറുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കേടായി പോകുന്നു എന്നല്ല, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്വിച്ച് അതിൽ വർക്ക് ചെയ്യില്ല, അങ്ങനെ ഉണ്ടാവാറുണ്ട്. അത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറ് ഈ റിമോട്ട് താഴെ വീണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജ് ആയിട്ട് വരുന്നതാണെന്നാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കാറ്. അതിനെപ്പറ്റി അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും താഴെയിട്ട് എന്തെങ്കിലും സംഭവിച്ചതാണെന്ന് വിചാരിച്ച് നമ്മൾ മറ്റൊരു റിമോട്ട് തേർഡ് പാർട്ടിയിൽ നിന്നും മേടിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഈ ഇടയായിട്ട് ശ്രദ്ധിച്ചു വന്നപ്പോഴാണ് ഈ പാറ്റേൺ കണ്ടുപിടിച്ചത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബ്രാൻഡ്സിലും ഈ റിമോട്ട് മാത്രം ഇതിന്റെ വർക്ക് ആവാതിരിക്കുക. അപ്പൊ ഞാൻ എൻ്റെ ഒരു സ്റ്റുഡിയോ റൂമിലേക്ക് ഒരു AC മേടിച്ചു. സംഭവം ഞാൻ മാത്രമാണ് ആ AC ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അത് മറ്റാരുടെ കയ്യിൽ നിന്നും ഇത് വീണട്ടോ അല്ലെങ്കിൽ ഇതിന് ഡാമേജോ സംഭവിച്ചിട്ടില്ല. ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇതിന്റെ പവർ ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല. ബാക്കിയെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, പവർ ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ ഇത് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ മേടിച്ചു. പുതിയ AC ആണല്ലോ, അപ്പൊ റീപ്ലേസ്മെന്റ് മേടിച്ചു. അത് കഴിഞ്ഞ് റീപ്ലേസ്മെന്റ് മേടിച്ച് ഇത് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ റിമോട്ടും അതെ സെയിം ഇഷ്യൂ. പവർ ബട്ടൺ അല്ല, ഈ സമയത്ത് മറ്റേതോ ഒരു ബട്ടണാണ് വർക്ക് ചെയ്യാതെ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ചെന്ന് ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി റിമോട്ട് മേടിച്ചു. 1.5 വർഷമായിട്ടും യാതൊരു വക കുഴപ്പമില്ല. അപ്പൊ സത്യത്തില് ഇത്രയും നല്ല AC അല്ലെങ്കിൽ ഇത്രയും വലിയ AC ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ റിമോട്ട് ഇത്രയും ക്വാളിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതാണ് എന്റെ ചോദ്യം. നിങ്ങൾക്കും പലപ്പോഴും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏത് കമ്പനിയിൽ നിന്നാണ്, എന്താണ് ഇഷ്യൂ വന്നേ റിമോട്ടിന് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്തേക്ക്. ഞാനും പല AC പല ബ്രാൻഡിന്റെ AC മേടിച്ചപ്പോഴും നമ്മൾ പലപ്പോഴും വിചാരിക്കുക വീട്ടുകാരുടെ എന്നെങ്ങാനും താഴെ വീണിട്ടായിരിക്കും. ഇത് ഒരു പാറ്റേൺ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാറ്റേണിൽ എല്ലാ ഒട്ടുമിക്ക ബ്രാൻഡുകളും ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാവുന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്തേക്ക്. ഈ തേർഡ് പാർട്ടി ആയിട്ടുണ്ടാക്കുന്ന റിമോട്ട്സ് ഒരിക്കലും കേടാവുന്നില്ല. എന്നാൽ നമുക്ക് അതിന്റെ കൂടെ കിട്ടുന്ന ഒറിജിനൽ സാധനം എപ്പോഴും കേടായി പോവാണ്, പെട്ടെന്ന് കേടായി പോവാണ്. അതെന്താണ് റീസൺ?